പ്രശ്നങ്ങളെയും എങ്ങനെ നേരിടണം എന്നുള്ളത് ഈ ഗ്രന്ഥത്തെ ശരിയായ രീതിയിൽ പഠിച്ചാൽ പറ്റും. 2-3 ഗ്രന്ഥങ്ങൾ ഉദാഹരണം പറഞ്ഞിട്ട് നമുക്ക് ശ്രീമദ് ഭഗവത്ഗീതയിലേക്ക് കുറച്ച് വിശദമായിട്ട് കടക്കാം. പല പല ഗ്രന്ഥങ്ങൾ നമുക്കെടുത്തു നോക്കാം. ഇതിൽ ജീവിത പാഠങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത്? ഇപ്പോൾ വാൽമീകി രാമായണം നമുക്കെടുക്കാം, മഹാഭാരതം എടുക്കാം, എന്തൊക്കെയുണ്ട്, കിളിപ്പാട്ട് രാമായണം എടുക്കാം, ഭഗവത്ഗീത എടുക്കാം, ധാരാളം ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. ഈ ഗ്രന്ഥത്തിലെ ആശയങ്ങൾ നമ്മളെ ജീവിതത്തിൽ സഹായിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഓരോന്നായിട്ട് ചിന്തിച്ചു നോക്കാം. ഞാൻ ധാരാളം വേദിയിൽ ഉദാഹരണം പറഞ്ഞിരിക്കുന്നതാണ്, ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഒന്നുകൂടി പറയാം. വാൽമീകി രാമായണത്തിൽ ഒരു രംഗമുണ്ട്. ഇപ്പം ഇന്ന് മെയ് 14 അല്ലേ? മെയ് 14 അല്ലേ? അതെ. ത്രേതായുഗത്തിൽ എഴുതിയ ഗ്രന്ഥമാണ് രാമായണം. ആ ത്രേതായുഗത്തിൽ എഴുതിയ രാമായണത്തിലെ ഒരാശയത്തിന് ഇന്ന് പ്രസക്തി ഉണ്ടോ എന്ന് നോക്കാം. കലിയുഗത്തിന്റെ അവസാനം വരെ പ്രസക്തി ഉണ്ടോ, അടുത്ത ചതുർയുഗത്തിൽ പ്രസക്തി ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ അത് റെലവൻ്റ് ആണെന്നല്ലേ അർത്ഥം. അതിനെയാണല്ലോ ആശ്രയിക്കേണ്ടത്. സീതാദേവിക്ക് രാവണനെ കണ്ടപ്പോൾ സംഭവിച്ചത് എന്താണ്? സീതാദേവി രാവണൻ സന്യാസിയുടെ വേഷമിട്ട് വന്നപ്പോൾ അത് സന്യാസിയാണെന്ന് വിചാരിച്ചു. നല്ല വർത്തമാനമൊക്കെ പറഞ്ഞപ്പോൾ അങ്ങ് വിശ്വസിച്ചു. അതല്ലേ പറ്റിയത്? വാൽമീകി മഹർഷി പറയുന്നു, ന വേഷം വിശ്വസേൽ പ്രാജ്ഞോ വേഷോ ദോഷായ കൽപ്പതേ രാവണോ വട്ടുരൂപേണ ജഹാരജനകാത്മജാം. ഇവിടെ പറയുകയാണ്, വാൽമീകി മഹർഷി പറയാതെ പറയുന്നു, എങ്ങനെയുള്ള പുരുഷനെ വിശ്വസിക്കണം. പുരുഷന്മാർക്ക് വിഷമം തോന്നരുത്. ഇവിടെ സീതാദേവിക്ക് അബദ്ധം പറ്റിയതുകൊണ്ടാണ്. നിങ്ങൾ നേരെ തിരിച്ചു വിചാരിച്ചോളുക, എങ്ങനെയുള്ള സ്ത്രീയെ വിശ്വസിക്കണം. ഏറ്റവും ആദ്യം പറയുന്നു, അല്ല, നമ്മളൊരു ഡിപ്ലോമാറ്റിക് ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് പോകണ്ടേ, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നു, ന വേഷം വിശ്വസേൽ പ്രാജ്ഞോ. ഒരു പുരുഷനെ ഒരിക്കലും അവൻ്റെ വേഷം കണ്ട് വിശ്വസിക്കരുത്. നല്ല ഓടി കാറിൽ ബ്രാൻഡഡ് സ്യൂട്ടും ഷൂസും ഒക്കെ ഇട്ട് വന്ന് എത്ര ജാടയ്ക്ക് വന്നാലും, ഇന്ന് കുട്ടികളുടെ കാര്യത്തിൽ അതൊക്കെയല്ലേ അവരെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഇങ്ങനെയൊക്കെയല്ലേ ആ വസ്ത്രധാരണവും അല്ലേ, കുറേ ബ്രേസ്ലെറ്റും മാലയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ ആ ഒരു പ്രതാപത്തിലൊക്കെ വീണു പോവുകയാണ്. രണ്ടാമതായിട്ട് വാൽമീകി മഹർഷി പറയുന്നത്, ഭാഷണം കേട്ട് വിശ്വസിക്കരുത്. ഇന്ന് ചാറ്റിങ്ങിന്റെ ലോകമേ ഉള്ളൂ അല്ലേ? എന്തും ചാറ്റിങ്. ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്തയാളെ ചാറ്റിങ് കണ്ടിട്ട് കൂടെ ഇറങ്ങി പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശരിയല്ലേ? സത്യം പറഞ്ഞാല് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞ് വാൽമീകി മഹർഷി പറയുന്നുണ്ട്, മറിച്ച് അവന്റെ മനസ്സ് മനസ്സിലാക്കണം. ഈ ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങളൊന്നുമല്ല, അവന്റെ മനസ്സെന്താണ് എന്നുള്ളത് അനലൈസ് ചെയ്യണം. അതിനുശേഷം മാത്രമേ ഒരു പുരുഷനെ വിശ്വസിക്കാവൂ. ബാഹ്യ സൗന്ദര്യവും തൊലിവെളുപ്പും കണ്ട് ഒരാളെയും വിശ്വസിക്കരുത്. മനസ്സ് മനസ്സിലാക്കണം. ഇത് സത്യം പറഞ്ഞാല് ത്രേതായുഗത്തിൽ എഴുതിയതാണ്, ഒരു സീതാദേവിക്ക് കൊടുത്തതാണ്. പക്ഷെ ഇത് ത്രേതായുഗത്തില് പ്രസക്തി ഉള്ളത് കൊണ്ട് എഴുതി, ഇന്ന് പ്രസക്തി ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നു. ത്രേതായുഗത്തിനേക്കാളും പ്രസക്തി ഇന്നല്ലേ? അല്ലേ? അന്നൊരു സീതാദേവിയേ ഉള്ളൂ. ഇന്ന് എത്ര പെൺകുട്ടികളാണ് അല്ലേ? എത്ര പെൺകുട്ടികളാണ് അബദ്ധത്തിൽ ചാടും. എല്ലാവരും ഈ മതം മാറ്റത്തിനെ പറ്റി വളരെ കംപ്ലൈന്റ് പറയും. മതം മാറ്റുന്നവരെ പറ്റി ഞാൻ ഒരിക്കലും മതം മാറ്റുന്നവരെ കുറ്റം പറയാറില്ല. നമ്മൾ മതം മാറാൻ നിന്ന് കൊടുത്തിട്ടല്ലേ അല്ലേ? നിങ്ങളുടെ ഭഗവാൻ എന്താ ആനയുടെ തല എന്നൊരു പയ്യൻ വന്ന് ചോദിച്ചാൽ ചേട്ടൻ പറയുന്നത് ശരിയാട്ടോ, ഞാൻ ചേട്ടൻ്റെ കൂടെ പോന്നേക്കാം. ഇതാണ് നമ്മുടെ കുട്ടികളുടെ അവസ്ഥ. നമുക്ക് അറിവുണ്ടെങ്കിൽ നമ്മളെ ആർക്കെങ്കിലും മതം മാറ്റാൻ പറ്റുമോ? അല്ലേ? അതായത് ദൗർബല്യം എവിടെയുണ്ടെങ്കിലും മുതലെടുക്കാൻ ആള് കാണും. അത് ഏത് തരത്തിലുള്ള ദൗർബല്യമാണെങ്കിലും. യുധിഷ്ഠിരന് ചൂതുകളി ദൗർബല്യമായിരുന്നു, ദുര്യോധനം മുതലെടുത്തു അല്ലേ? ദൗർബല്യം ഇല്ലാതാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? നമ്മുടെ ഉത്തരവാദിത്വമാണ്. സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണ്. വേദം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അറിവ്. അതായത് സനാതനധർമ്മി അടിസ്ഥാനപരമായിട്ട് ഉണ്ടാക്കേണ്ടത് എന്താണ്? അറിവ്. കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ അറിവില്ലാത്തത് കൊണ്ടല്ലേ നമ്മളെ വളയ്ക്കാൻ പറ്റുന്നത്. അറിവ് കൊണ്ട് പ്രബുദ്ധരാകുക, അതാണ് സത്സംഗത്തിന്റെ പ്രാധാന്യം. സത്സംഗത്വേ അല്ലെ നിസ്സംഗത്വം. ശങ്കരാചാര്യർ പറയുന്നുണ്ട്, ജീവൻ മുക്തി വരെ വരണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ പടി എന്താണ്? സത്സംഗമാണ്.
ഈ സത്സംഗം എന്ന് പറഞ്ഞാൽ അതിന് ധാരാളം അർത്ഥമുണ്ട് കേട്ടോ. എങ്കിലും ഞാൻ പറയുകയാണ്, പക്ഷേ ഈ ദൗർബല്യം മുതലെടുക്കും. അപ്പോൾ വാൽമീകി രാമായണത്തിലെ ഈ ഒരു ഭാഗം ഇന്ന് പ്രസക്തിയുണ്ടോ? ഇനി വരുന്ന കാലത്ത് ഇതിൻ്റെ പ്രസക്തി കൂടുവോ കുറയുവോ? ഇപ്പൊ തന്നെ നമ്മൾ കലിയുഗം വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ തന്നെ നമ്മൾ പറയുന്നത്, ഓ എന്തൊരു കലിയുഗമല്ലേ ഭഗവാനെ എന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ വെടിപൊട്ടിയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ പ്രാധാന്യം, ഈ ഉപദേശത്തിൻ്റെ പ്രാധാന്യം ഇനിയുള്ള യുഗങ്ങളിൽ കൂടുവോ, അല്ല ഇനിയുള്ള കാലത്തിൽ കൂടുവോ കുറയുവോ? കൂടുകയല്ലേ ഉള്ളൂ. അപ്പൊ രാമായണത്തിന് പ്രസക്തി കൂടുവോ കുറയുവോ? തീർച്ചയായിട്ടും കൂടും അല്ലേ? ഇതുകൊണ്ടാണ് ബ്രഹ്മദേവൻ ആദ്യം തന്നെ ഫലശ്രുതിയായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ ഭൂമിയിൽ പർവ്വതങ്ങളും നദികളും ഉള്ളിടത്തോളം കാലം രാമായണം നിലനിൽക്കുന്നു. പർവ്വതങ്ങളും നദികളും എല്ലാ കാലവും കാണില്ലേ, ഒരു പരിധിവരെ അല്ലേ? അത്രയും കാലം രാമായണം നിലനിൽക്കുന്ന പറഞ്ഞാൽ നല്ല ബൈൻഡിട്ട് സൂക്ഷിച്ചു വെക്കുന്നല്ല, അതിൻ്റെ അകത്തെ ആശയങ്ങൾക്ക് പ്രസക്തി ഉണ്ട് എന്നർത്ഥം. എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് തീരുമാനിച്ചോളുക. അതാണ് ത്രേതായുഗത്തിലെ രാമായണം നമ്മൾ ഇന്നും നെഞ്ചോട് ചേർത്ത് നടക്കുന്നത് അല്ലേ? മഹാഭാരതം എന്താണ് കാണിച്ചു തരുന്നത്? നമ്മൾ വീണ്ടും 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 ശക്തി ഇല്ലാത്തവരായി സമ്മതിച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ നമ്മുടെ തലയിൽ കയറി നിരങ്ങുന്ന ദുര്യോധന്റെ സ്വഭാവം കാണിച്ചു തരുന്നില്ലേ? അങ്ങനെ ആണെങ്കിൽ ശക്തി കാണിക്കണം എന്ന് ഭാരതം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദേവിയുടെ കയ്യിൽ താമരയും ശംഖും മാത്രമല്ല ഉള്ളത്, എല്ലാ ആയുധം ഉണ്ടല്ലേ? ഇങ്ങോട്ട് വന്ന കൊടുക്കണം. റിപ്പബ്ലിക് ഡേ പരേഡിനൊക്കെ എന്തിനാ ഈ ആയുധം മുഴുവൻ ഡിസ്പ്ലേ ചെയ്യുന്നത്? ഞങ്ങളായിട്ട് വരില്ല, പക്ഷെ ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് ദീപാവലിക്ക് പടക്കം പൊട്ടിക്കാൻ വെച്ചിരിക്കുന്നതല്ല എന്ന് പറഞ്ഞില്ലേ നമ്മുടെ പ്രധാനമന്ത്രി? ദീപാവലിക്ക് പൊട്ടിക്കാൻ വെച്ചിരിക്കുന്നതല്ല, ഇതെടുത്ത് പ്രയോഗിക്കാൻ ഞങ്ങൾക്ക് അറിയാം. ശക്തിയുള്ളവൻ്റെ അടുക്കല് ഒരുത്തനും ബുദ്ധിയുള്ളവൻ വരില്ല, അല്ലാത്തവൻ വന്ന് അടി മേടിച്ചുകൊണ്ട് പോകും. മഹാഭാരതം നമുക്കതാണ് കാണിച്ചു തരുന്നത്. നമ്മൾ ഈ സനാതനധർമ്മി എന്ന് പറഞ്ഞാൽ എന്ത് കേട്ടാലും മിണ്ടാതിരിക്കണം, ആരോടും ഒന്നും പറയരുത്, എതിർത്ത് പറയരുത് എന്നൊക്കെയാണ് നമ്മുടെ വിചാരം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു പ്രശ്നമാണ്, നോ പറയുന്ന പാടില്ല എന്നൊക്കെയാണ്. നേരെ മറിച്ച് അധർമ്മം കണ്ടാൽ എന്ത് വേണം? നമുക്ക് തീർച്ചയായിട്ടും പ്രതികരിക്കാം. അത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കണം, ബുദ്ധി ഉപയോഗിച്ച് പ്രതികരിക്കണം എന്ന് മാത്രം. ഇതുപോലെ ഓരോ ഗ്രന്ഥവും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീത എന്താണ്? സമസ്ത വേദാർത്ഥ സാര സംഗ്രഹ ഭൂതമിതം ഗീതാസാരം. ഗീത എന്ന് പറയുന്നത് എന്താണ്? എല്ലാ വേദങ്ങളുടെയും സാരമാണെന്ന് ആദി ശങ്കരാചാര്യർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതില് 2-ാമത്തെ അധ്യായത്തില് 10-ാമത്തെ ശ്ലോകം തൊട്ടാണ് ഭഗവാന്റെ ഉപദേശം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആദി ശങ്കരാചാര്യർ ഭാഷ്യം എഴുതിയപ്പോൾ അവിടം തൊട്ടാണ് എഴുതിയിരിക്കുന്നത്. 1-ാമത്തെ അധ്യായത്തിനും 2-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാം ശ്ലോകം വരെ ഒരു സമ്മറി എഴുതി. ഭഗവാന്റെ വാക്കുകൾക്കാണ് ശങ്കരാചാര്യർ ഭാഷ്യം എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ 18 അധ്യായങ്ങളുണ്ട്. ഈ 18 അധ്യായങ്ങൾ എന്താണെങ്കിലും നമുക്കിവിടെ പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. സാമ്പിളായിട്ട് ഒരു 2-3 അധ്യായം പറയാം. ഒരു 9-ാം അധ്യായമോ അല്ലെങ്കിൽ 16-ാം അധ്യായം, 17-ാം അധ്യായം, 18-ന്റെ കുറച്ചും അങ്ങനെ ചില അധ്യായങ്ങളൊന്ന് നമുക്ക് പരാമർശിച്ചു പോകാം. അതായത് ഈ ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ, അതല്ലേ നമ്മൾ നോക്കേണ്ടത്. ഇല്ല പിന്നെ ഈ പുസ്തകമൊക്കെ നമ്മൾ വെച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ആദ്യം നമ്മുടെ ജീവിതത്തിൽ, ഇന്നത്തെ വിഷയം അതാണല്ലോ ഭഗവത്ഗീത, നമ്മളുടെ നിത്യജീവിതത്തിൽ എങ്ങനെ പ്രയോജനം ചെയ്യാം. പക്ഷേ ഈ 9-ാം അധ്യായം എന്ന് പറയുന്നത് ശ്രീമദ് ഭഗവത്ഗീതയുടെ മധ്യഭാഗമാണ് അല്ലേ? രാജവിദ്യ രാജഗുഹ്യ യോഗം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു ഗാംഭീര്യമാണ് അല്ലേ? രാജവിദ്യ രാജഗുഹ്യ യോഗം. മറ്റധ്യായങ്ങൾക്കൊന്നും ആരാണ് പേരിട്ടതെന്ന് വലിയ തെളിവൊന്നുമില്ല. പക്ഷേ ഈ അധ്യായം എന്താണെങ്കിലും ഈ അധ്യായത്തിൽ തന്നെ ഈ പേര് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ അധ്യായത്തിൻ്റെ പേരിൻ്റെ ഉത്തരവാദി ആരാണ്? ഭഗവാൻ തന്നെയാണെന്ന് നമുക്കൊരു സംശയമില്ലാതെ പറയാം. ഈ അധ്യായം തുടങ്ങുന്ന സ്ഥലത്ത് ഭഗവാൻ പറയുന്നുണ്ട്, ഈ അറിവ് എന്ന് പറയുന്നത് വളരെ ഗോപ്യമായിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഈ ഗോപ്യം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ആരോടും പറയാൻ പാടില്ലാത്തത് എന്നാണോ? അങ്ങനെയല്ല. ആരോടും പറയാൻ പാടില്ലാത്തതാണെങ്കിൽ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുമോ? അല്ലേ? ആരോടും പറയാൻ പാടില്ലാത്തതെന്നല്ല,
അർഹതയുള്ളവന്, ഇതിൻ്റെ വില മനസ്സിലാക്കുന്നവന് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ഒരു വസ്തു, ഇപ്പൊ ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കൊടുത്താൽ അതിൻ്റെ വില അവനറിയാവോ? അവനത് ചിലപ്പോൾ എടുത്ത് ഒറ്റ ഏറ് കൊടുക്കും, അല്ലേ? വില അറിയാവുന്നവന്റെ കയ്യിലെ മൂല്യമുള്ള വസ്തുക്കൾ കൊടുക്കാൻ പാടുള്ളൂ. ചിദാനന്ദപുര സ്വാമിജി ഇതിനൊരു ഉദാഹരണം പറയും. പണ്ട് കാലത്ത് ഈ ചെറിയ ഓട്ടോയിലും ലോറിയിലും അല്ല ഈ ജീപ്പിലൊക്കെ സിനിമയുടെ നോട്ടീസ് ഇങ്ങനെ വിതരണം ചെയ്യും, അല്ലേ? ഇതിങ്ങനെ പറപ്പിച്ച് വിടും. ചില ആളുകൾ എന്ത് ചെയ്യും? ഈ നോട്ടീസ് എടുത്ത് വായിച്ചു നോക്കും. ചിലരെന്ത് ചെയ്യും? കുട്ടികളൊക്കെ ഇത് വെച്ച് വള്ളം ഉണ്ടാക്കും, പക്കി ഉണ്ടാക്കും, ഇങ്ങനെയൊക്കെ ഓരോരുത്തരും ഓരോ വിധത്തിൽ ചെയ്യും. ചുമ്മാ ഇങ്ങനെ പറപ്പിച്ചുകൊണ്ടിരുന്നാൽ പല തരത്തിലുള്ള ആളുകളുടെ അടുക്കലേക്ക് എത്തും. വേണ്ട രീതിയിൽ ഉപയോഗിക്കപ്പെടുകയില്ല. വേണമെങ്കിൽ അത് തെറ്റായ രീതിയിലും ഉപയോഗിക്കപ്പെടാം. ഒരു ഡോക്ടറിന്റെ കയ്യിൽ കത്തി കിട്ടുന്ന പോലെ അല്ല കള്ളന്റെ കയ്യിൽ കത്തി കിട്ടുന്നത്, ശരിയല്ലേ? ഒരു ഭീകരന്റെ കയ്യിൽ തോക്ക് കിട്ടുന്ന പോലെ അല്ല സൈനികന്റെ കയ്യിൽ തോക്ക് കിട്ടുന്നത്. അപ്പോൾ എന്ത് വേണം? യഥാർത്ഥ അർഹതയുള്ളവന്റെ കയ്യിലെ ഈ ജ്ഞാനം പോകാവൂ. ഇപ്പൊ ഭഗവത്ഗീതയെ ചില ആളുകള് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന കാണണം. നമ്മൾ ഇന്ന് ഈ നിരീശ്വരവാദികൾ എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുടെ ചർച്ചയൊക്കെ യൂട്യൂബിൽ കാണാം. എങ്ങനെയൊക്കെയാണ് അവരിതിനെ വ്യാഖ്യാനിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ തെറ്റായ രീതിയിലേക്ക് അറിവ് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുപോലെയുള്ള അറിവുകൾ ആരുടെ അടുക്കൽ മാത്രമേ എത്താവൂ? നന്മയുള്ളവരുടെ കയ്യിലെ എത്താവൂ. തിന്മയുള്ളവരുടെ കയ്യിൽ അറിവ് എത്തിയാൽ എന്താണ്? ലോകനാശമായിരിക്കും ഫലം. ഇതാണ് നവരാത്രി സൂചിപ്പിക്കുന്നത്. നവരാത്രിയിൽ 9 ദിവസത്തെ പൂജയുണ്ട്, അല്ലേ? നമ്മളുടെ ഈ കേരളത്തിലേക്ക് എങ്ങനെയുള്ള പൂജയാണ്? നവദുർഗാ പൂജയൊന്നുമല്ല. നമ്മുടെ ഇവിടെ എങ്ങനെയാണ്? ആദ്യത്തെ 3 ദിവസം കാളീദേവി, അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവി, പിന്നെയുള്ള 3 ദിവസം സരസ്വതി ദേവി. ഈ ഓർഡർ മാറ്റിയാൽ വല്ല കുഴപ്പമുണ്ടോ? ചുമ്മാ ഇങ്ങനെ എങ്കി പിങ്കി പോങ്കി എന്ന് പറഞ്ഞിട്ട് ഓർഡർ വെച്ചിരിക്കുന്നതാണോ? അങ്ങനെയല്ല. ആചാര്യന്മാര് ഇത് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ആദ്യത്തെ 3 ദിവസം കാളീദേവിയെ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ കാളീദേവി എന്താണ്? തിന്മയെ നശിപ്പിക്കുന്നവളാണ്, അല്ലേ? നമ്മൾ നവരാത്രി വ്രതമൊക്കെ എടുക്കും. അത്രയും നാളും കുശുമ്പും കുന്നായ്മയും കുരുത്തക്കേടും ഒക്കെ ആയിട്ട് നടക്കുന്ന നമ്മൾ എന്ത് ചെയ്യും? നല്ല മര്യാദക്കാരാവും. ചിലർ പറയില്ലേ, മലയ്ക്ക് മാലയിട്ട് പോയി, അല്ലേ ഞാൻ കാണിച്ചു തരായിരുന്നു, അല്ലേ? ശബരിമലയ്ക്ക് മാലയിട്ട് പോയി. നമ്മുടെ ഇന്ദ്രിയങ്ങളെ, നാവിനെയൊക്കെ നമ്മളങ്ങ് നിയന്ത്രിക്കാൻ തുടങ്ങും. അതുപോലെ നവരാത്രി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ശുദ്ധമായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കും, രാവിലെ അമ്പലത്തിൽ പോകും, വൈകുന്നേരം നാമജപം, കുശുമ്പും കുന്നായ്മയൊക്കെ പറയാതെ, ഗോസിപ്പൊക്കെ പറയാതെ നമ്മുടെ ഉള്ളിലെ തിന്മയെ പെട്ടെന്ന് അങ്ങ് നശിപ്പിക്കാനൊക്കെ പറ്റുമോ? എത്ര കാലമായിട്ട് ഇതിൽ കിടന്ന് പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും കുറഞ്ഞത് ഒരു 3 ദിവസം വേണം ഒരടക്കം ഒതുക്കം വരാൻ വേണ്ടിയിട്ട്. ആ 3 ദിവസം കഴിയുമ്പോൾ തിന്മയില്ലാതെയാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ഉടലെടുക്കും? നന്മ ഉടലെടുക്കും. ലക്ഷ്മി ദേവി എന്തിൻ്റെ അവതാരമാണ്? നന്മയുടെ അവതാരമാണ്. തിന്മയില്ലാത്തിടത്ത് നന്മ അവതരിക്കും. ആ നന്മയിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിയുമ്പോൾ നന്മയുള്ളവനെ എന്ത് വരാവൂ? അറിവ് കിട്ടാവൂ, യഥാർത്ഥ അറിവ്. പിന്നെയാണ് സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ പറയുന്ന യുദ്ധത്തിന്റെ സമയത്തൊക്കെ ഇതുപോലെയുള്ള ഭീകരന്മാർ ഉപയോഗിക്കുന്ന ആയുധമൊക്കെ നോക്കി അവന്മാർക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ? എത്രമാത്രം ബുദ്ധിയുണ്ട്. പക്ഷെ ആ അറിവ് ലോകനാശത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തിന്മയുള്ളവന് അറിവുണ്ടായാലുള്ള നാശം ഭീകരമാണ്. എന്നാൽ നന്മയുള്ളവൻ അറിവ് വന്നാലോ? അബ്ദുൽ കലാം സാറിനെ പോലെ ലോകത്തിന് നന്മയായിട്ട് ഭവിക്കും. മെട്രോമാൻ ശ്രീധരനെ സാറിനെ പോലെ നന്മയുള്ളതായിട്ട് മാറും. നന്മയുള്ളവരുടെ മനസ്സിലെ അറിവ് വരാവൂ. അതുകൊണ്ടാണ് അർജുനോട് ആദ്യം തന്നെ പറയുന്നത്, ഇത് ഗോപ്യാണ്, ഇനി നീ ഇത് പോയി കാണുന്ന എല്ലാവർക്കും വിളമ്പിക്കൊടുക്കരുത്, യോഗ്യത ഉള്ളവർക്കേ പാടുള്ളൂ. പിന്നെ അടുത്ത ഒരു വാക്കെന്താ പറയുന്നതെന്നറിയാം അതിനകത്ത്? അനസൂയൻ, അസൂയയില്ലാത്തവനായിരിക്കണം. ആ മാലിന്യങ്ങളെല്ലാം മാറിയവന് മാത്രമേ ഇത് കേൾക്കാൻ അർഹതയുള്ളൂ. സത്യം പറഞ്ഞാല് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കില്ല, ഈ ഭഗവത്ഗീത വായിച്ചിട്ട് നമുക്കങ്ങ് മനസ്സിലാവണില്ലല്ലോ. നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകാത്തത് നമുക്ക് ആ പരിശുദ്ധി വരാത്തത് കൊണ്ടാണ്. പക്ഷെ അതോർത്ത് നമ്മൾ വിഷമിക്കൊന്നും വേണ്ട. കാരണം നാരദ മഹർഷി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ എത്ര സപ്താഹം കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ജനിച്ചത് തൊട്ട് സപ്താഹം കൂടിയിട്ടുണ്ട്. ഏറ്റുമാനൂർ അമ്പലത്തിൽ തന്നെ 16 സപ്താഹം അടുപ്പിച്ച് നടത്തിയിട്ടുണ്ട്. ആചാര്യന്മാരുടെ കേട്ടിട്ടുണ്ട്. ധാരാളം സപ്താഹങ്ങൾക്ക് പോയിട്ടുണ്ട്.
ശരിക്കു പറഞ്ഞാൽ ആ ഭാഗവത മാഹാത്മ്യം കേട്ടാൽ, ധുന്തുകാരിയുടെ കേട്ടാൽ ഒറ്റ സപ്താഹം മതി മോക്ഷം കിട്ടണം. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ എത്ര പ്രാവശ്യം മോക്ഷം കിട്ടിയേനെ. ഇപ്പോഴും തടിയും ഒക്കെ ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്, ഭൂമിക്ക് ഭാരമായിട്ടിരിക്കുക എന്ന് പറയുന്ന പോലെ. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ധുന്തുകാരിക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് മോക്ഷം കിട്ടി. നമ്മൾ എത്ര സപ്താഹം കേട്ടിട്ട് രക്ഷയില്ല. അങ്ങനെ ഒറ്റ പ്രാവശ്യം സപ്താഹം കിട്ടി മോക്ഷമാണെങ്കിൽ ഇത്രയും ജന്മങ്ങളിൽ ചെയ്ത കുരു. ഇനി ഈ ഭഗവത്ഗീത എന്നുള്ളതിൻ്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ഭഗവത്ഗീതയെ പറ്റി ഒരു ആമുഖം ഒക്കെ പറഞ്ഞു. ഇനി ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? ഇപ്പം ഇന്നത്തെ തലമുറയോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സപ്താഹം അല്ലെങ്കിൽ ആധ്യാത്മിക പ്രഭാഷണമൊക്കെ നടക്കുന്ന സദസ്സുകളിൽ പൊതുവെ കുട്ടികളുടെ ഒരു സാന്നിധ്യം വളരെ കുറവാണ്. എന്ന് വെച്ചാൽ ഈ മുതിർന്നവർക്ക് ആർക്കും വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? അങ്ങനെയൊന്നുമല്ല. വേണമെന്ന് വെച്ചാൽ ചക്ക വേരയിലും കായ്ക്കെന്ന് പറയുന്നത് പോലെ വൈകുന്നേരങ്ങളിൽ മിക്കവാറും പ്രഭാഷണങ്ങളെല്ലാം സന്ധ്യ കഴിഞ്ഞിട്ടാണ്. കുട്ടികൾക്ക് വേണമെങ്കിൽ വരാം. എന്തുകൊണ്ട് ഇവരാരും വരുന്നില്ല? ഇത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കുറച്ച് വിശദമായിട്ട് ഇതിനെപ്പറ്റി പറയാനുണ്ട്. അതിന് 2-3 കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട്. ഒന്ന്, ആദിശങ്കരാചാര്യ പറയാറുണ്ട്, പ്രയോജനം അനുദ്ദിശ്യ മന്ദഃ അപി പ്രവർത്തതേ. പ്രയോജനമില്ലാത്ത കാര്യത്തിന് മണ്ടന്മാർ പോലും പോവില്ല. നമ്മളൊക്കെ ആരാണ്? നമ്മളൊക്കെ നല്ല ബുദ്ധിമാന്മാരല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് നോക്കും. നമ്മുടെ കുട്ടികൾക്ക് ഈ കാട്ടിലും ഗുഹയിലും ഇരുന്ന് എഴുതിയിരിക്കുന്നവരുടെ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും അവരുടെ ജീവിതത്തിലുള്ളതായിട്ട് തോന്നുന്നില്ല. പ്രയോജനം ഉണ്ടെന്ന് തോന്നിയ സ്വിച്ച് ഇട്ട പോലെ വന്നിരിക്കും. എന്താണ് പ്രശ്നമെന്നാൽ, ഇന്നത്തെ കുട്ടികളുടെ ഒരു മനസ്സിന് കൺവിൻസിങ് ആകുന്ന രീതിയിൽ പലപ്പോഴും ആശയത്തെ അവതരിപ്പിക്കാൻ നമ്മൾ ബുദ്ധിമുട്ടുന്നു. കൾച്ചറൽ അംബാസിഡർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന രംഗനാഥാനന്ദ സ്വാമിജി പറയും, ഈ കുട്ടികളുടെ തലത്തിൽ അവരെ കൺവിൻസിങ് ആക്കുന്ന രീതിയിൽ ആശയത്തെ അവതരിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതത്ര എളുപ്പമൊന്നുമല്ല, എങ്കിലും നമ്മൾ പരിശ്രമിക്കണം. ഇത് ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് കണ്ടാൽ അവർ ഇവിടെ വന്ന് ഇരിക്കും. അപ്പം അവർ ചോദിക്കുന്ന ഇത്രയും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഈ ടെക്സ്റ്റും സിലബസും ഒക്കെ ഇന്ന് എന്തിനാണ് എന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ അതിന് ഒരു മറുപടി നമുക്ക് കൊടുക്കാനുള്ളത്, ഇന്നത്തെ സിലബസ് എങ്ങനെയാണ്? ഇതെനിക്ക് അത്യാവശ്യം നന്നായിട്ട് പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാരണം 25 വർഷമായിട്ട് ഞാൻ കോളേജിൽ അധ്യാപികയാണ്. കോളേജിൽ ഞാൻ പഠിപ്പിക്കുന്ന വിഷയം ബിസിനസ് അഡ്മിനിസ്ട്രേഷനാണ്. മാർക്കറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന പ്രോഡക്റ്റുകൾ, അതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെ വേണം, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെ കൊടുക്കണം, ഇതൊക്കെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഈ കുട്ടികളോട് പോയിട്ട് നമ്മൾ ഒരു പ്രഹ്ലാദ ചരിതമൊക്കെ പറയുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് കൺവിൻസിങ് ആകുന്ന രീതിയിൽ എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും, ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. അത് കൺവിൻസിങ് ആയ രീതിയിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ അവർ വരില്ല. അവരുടെ വിചാരം അവർ പഠിക്കുന്ന പുസ്തകങ്ങളിൽ എല്ലാം ഉണ്ട് എന്നാണ്. എന്നാൽ അതല്ല. നമ്മളുടെ ഇന്നത്തെ സിലബസിന് ഏറ്റവും വലിയ ഒരു പോരായ്മയുണ്ട്. പഴയ കാലത്തെ സിലബസ് പെർഫെക്റ്റ് ആയിരുന്നു. ആ സിലബസ് എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയാം. ഇവിടെ അടുത്ത ദിവസം വായിക്കും, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പറ്റുവാന ഒന്ന് അത് ഡീറ്റെയിൽ ആയിട്ട് ശ്രീകൃഷ്ണനോടെ அந்த സിലബസ് 60 വേദം, വേദാംഗം, പുരാണം അതെല്ലാം കഴിഞ്ഞ് 64 കലകൾ എന്താണെങ്കിലും ഇവിടെ ഭാഗവതത്തിൽ പറയും. ശ്രീകൃഷ്ണന്റെ സിലബസിനെ പറ്റി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. സാന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ പോകുമ്പോൾ എന്താണ്, അദ്ദേഹം വേദവും വേദാംഗങ്ങളും ഇതുമെല്ലാം പഠിക്കും അല്ലേ. ഇതെല്ലാം പഠിച്ചതിന് ശേഷം 64 ദിവസം കൊണ്ട് 64 കലകൾ പഠിക്കും. ഈ 64 കലകളുടെയും പേരുണ്ട് ഭാഗവതത്തിൽ. അതുപോലെ തന്നെ ഇത് എന്താണെന്ന് പറയുന്നുണ്ട്. നല്ല രസമാണ്. രഥം എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം, നമ്മുടെ വണ്ടിയൊക്കെ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം, മുഖത്ത് എങ്ങനെ മേക്കപ്പ് ഇടണം, എങ്ങനെ തുന്നൽ പണി നടത്തണം, ബെഡ് എങ്ങനെ വിരിച്ചിടണം, കിടന്നുമൊക്കെ, ഇതെല്ലാം കലയാണ്. ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കോവിഡ് കാലത്ത് നിന്ന് പലർക്കും ആ സമയത്ത് ജോലി പോയി. ജോലി പോയെങ്കിൽ ആഹാരം കഴിക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ പുറത്തു പോയി സാധനം വാങ്ങാനുള്ള കാശ് നമ്മുടെ കയ്യിലില്ല.
പണ്ടത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം തൊഴിലുമായി ബന്ധപ്പെടുത്തിയതായിരുന്നു, കുറച്ചുകൂടി വൊക്കേഷണൽ ആയിരുന്നു. അപ്പം നമുക്ക് പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? കൃഷി ചെയ്യാൻ അറിയാം. കൃഷി ചെയ്ത് നെല്ലെടുത്ത് നമുക്കത് ഉണ്ടാക്കാം. പിന്നെ തയ്ക്കാനൊക്കെ ഇന്ന് ബ്ലൗസും ചുരിദാറും ഒക്കെ തയ്ക്കണമെങ്കിൽ എന്താ വില അല്ലേ? അപ്പം നമുക്കൊരു വസ്ത്രം തയ്ക്കണമെങ്കിലോ അന്ന് പാഠ്യവിഷയമായിട്ട് അതുകൊണ്ട് വീട്ടിലിരുന്ന് നമുക്ക് തയ്ച്ചെടുക്കാൻ സാധിക്കും. ഇതുപോലെ തൊഴിലും കൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിലബസ് ആയിരുന്നു നമ്മളുടേത്. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മളുടെ സിലബസിന് 2 പാർട്ട് ഉണ്ടായിരുന്നു: സ്റ്റഡി ഓഫ് ലൈഫ് ആൻഡ് സ്റ്റഡി ഫോർ ലൈഫ്. ഇത് തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാക്കണം. സ്റ്റഡി ഫോർ ലൈഫ് ആകുമ്പോൾ എന്താണ്? ജീവിക്കണമെങ്കിൽ ആഹാരം വേണം, ആഹാരം വേണമെങ്കിൽ പൈസ വേണം, പൈസ വേണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം, ജോലി വേണം. ഇന്നത്തെ സിലബസ് കൊണ്ട് നന്നായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ട് ജോലി കിട്ടും. ജോലി കിട്ടിയാൽ പൈസ കിട്ടും, പൈസ കിട്ടിയാൽ ആഹാരം മേടിക്കാൻ പറ്റും, ആഹാരം മേടിച്ചാൽ കഴിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ സിലബസിൽ സ്റ്റഡി ഓഫ് ലൈഫ് ഉണ്ടോ? ജീവിതത്തെ പറ്റിയുള്ള വിദ്യാഭ്യാസം. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു അല്ലേ? ഇപ്പം എന്തെങ്കിലും വീട്ടിൽ ഭർത്താവുമായിട്ട് എന്തെങ്കിലും ഒരു അസ്വാരസ്യം, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും മാരകമായിട്ടുള്ള അസുഖം, ഇതൊക്കെ മനസ്സിന് നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ? ഈ ഒരു പ്രശ്നം വരുമ്പോൾ ഓടിപ്പോയി നമ്മൾ ഇത്രയും കാലം പഠിച്ച അക്കാഡമിക് ബുക്സ് ഒക്കെ വീട്ടിലിരിപ്പുണ്ടല്ലോ. കെമിസ്ട്രിയുടെ പീരിയോഡിക് ടേബിൾ, ഫിസിക്സിന്റെ ലാബ് എക്സ്പെരിമെന്റ്, മാത്തമാറ്റിക്സിന്റെ പ്രോപ്പർട്ടീസ്, ട്രിഗ്നോമെട്രി, സൈൻ തീറ്റ, കോസ് തീറ്റ, ഇതൊക്കെ എടുത്ത് റെഫർ ചെയ്താൽ സൊല്യൂഷൻ കിട്ടുമോ? പരിഹാരം കിട്ടുമോ? ഇതൊന്നും മോശമാണെന്നല്ല പറയുന്നത്. കാരണം ജീവിക്കാൻ എന്ത് വേണം? ഞാനാണെ മാനേജ്മെന്റ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയും കൂടിയാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനുള്ള പരിഹാരം ഈ പുസ്തകങ്ങളിൽ ഇല്ല. ശരിയല്ലേ? ഒരു കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്തവരെല്ലാം മിഡിൽ ക്ലാസ്സിന് മുകളിലുള്ളവരാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉള്ളവരാണ്. ഷൈനി എന്നുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, ജോലിയില്ല. പക്ഷെ ആ കുട്ടി BSc നഴ്സിംഗ് ആണ്, റവന്യൂ ഓഫീസർ ആത്മഹത്യ ചെയ്തു. ഈയിടെ IB-യിലെ ഒരു പെൺകുട്ടി, ഉദ്യോഗസ്ഥ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അല്ലേ? കുറച്ച് നാളുകൾക്ക് മുമ്പ് MBBS കഴിഞ്ഞ് MDക്ക് അഡ്മിഷൻ കിട്ടിയ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. കാമുകൻ ചതിച്ചു എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ട് പോടാ പുല്ലേന്ന് പറഞ്ഞ് പോകാൻ പറ്റുന്നില്ല? അപ്പൊ ഇത്രയും കാലം MBBS പഠിച്ച കുട്ടിക്ക് കിട്ടിയ വിദ്യാഭ്യാസം എന്തായിരുന്നു? ഡോക്ടർ ആകും, ശരിയാണ്. പക്ഷെ ഡോക്ടർ ആണെങ്കിൽ ആദ്യം ജീവിച്ചിരുന്നാലല്ലേ ഡോക്ടർ ആകും. ആത്മഹത്യ ചെയ്താൽ പോയില്ലേ? അപ്പോൾ ജീവിതത്തെ പറ്റിയുള്ള പഠനം, ജീവിതത്തിലെ പ്രശ്നങ്ങൾ വന്നാൽ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള പഠനം നമ്മുടെ സിലബസിൽ ഉണ്ടായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, ജീവിതത്തെ പറ്റിയുള്ള പഠനമുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ പറ്റുമോ? ഇവിടെ കോളനി ഉണ്ടാക്കാൻ സാധിക്കുമോ? നമ്മളെ അടിമകളാക്കി വെക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് അവർ കംപ്ലീറ്റ് ആയിട്ട് ആ സ്റ്റഡി ഓഫ് ലൈഫ് അങ്ങ് മാറ്റി. ഭാരതത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായവും തൊഴിൽ സമ്പ്രദായവുമാണ് മാറ്റിയത്. പകരം ഗുമസ്തന്മാരെ സൃഷ്ടിക്കുന്ന ഒരു സമ്പ്രദായം സിലബസ് കൊണ്ടു. അതുകൊണ്ടല്ല എപ്പോഴെങ്കിലും പഠിക്കുമ്പോൾ നമുക്ക് തോന്നത്തില്ല, ഈ സൈൻ തീറ്റയും കോസ് തീറ്റയും ഒക്കെ പഠിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ എന്താണോ ദൈവമേ പ്രയോജനം, ഇതൊക്കെ ആരാണോ കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ആ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കില്ലേ? പക്ഷേ നമ്മളുടെ കുട്ടികളുടെ വിചാരം, അല്ലെങ്കിൽ കുറച്ച് മാതാപിതാക്കളുടെ വിചാരം, സ്കൂളിൽ പോയാൽ എല്ലാം ആയി എന്നാണ്. മാത്രമല്ല, കുറേ പഠിച്ചു കഴിയുമ്പോൾ കുട്ടികൾക്ക് തോന്നും അച്ഛനും അമ്മയും 10ാം ക്ലാസ്സും ഗുസ്തിയാണ്, അവർക്ക് വിവരമില്ല എന്ന്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അച്ഛനമ്മമാര് പറയുന്നത് കേൾക്കാനുള്ള മനോഭാവം കുറയ്ക്കും. പക്ഷേ ജീവിതത്തെ പറ്റിയുള്ള അറിവ് കിട്ടണമെങ്കിൽ ജീവിച്ചവരിൽ നിന്നല്ലേ കിട്ടൂ. അതിനാണ് നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്നത്, എടാ ഞാൻ 10-25 ഓണം നിന്നെക്കാട്ടും കൂടുതലുണ്ടതാണ്. ഈ 10-25 ഓണം കൂടുതലുണ്ടെങ്കിൽ 10-25 വർഷം ജീവിച്ച് അല്ലേ പറ്റൂ, അതിൽ കൂടെ കടന്നു പോകണ്ടേ? അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആരെയൊക്കെ സമീപിക്കും? അച്ഛനമ്മമാരെ, ഗുരുക്കന്മാരെ, ഗുരുക്കന്മാരുടെ ഗ്രന്ഥങ്ങളെ ആശ്രയിക്കും.